ലോകത്തിലെ തന്നെ വികസ്വര രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. അതിൽ തന്നെ ഇന്ത്യയിലെ വികസിത സംസ്ഥാന പട്ടികകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് കേരളം. എന്നാൽ ഇതേ കേരളത്തിൽ വികസനത്തിനായി കൊണ്ടുവരുന്ന പല പദ്ധതികളും എവിടെയും എത്താതെ വഴിമുട്ടിപ്പോകുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് സ്മാർട്ട് സിറ്റിയും. (2004) മുതലാണ് കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി എന്ന പേര് ജനങ്ങൾ കേട്ടു തുടങ്ങിയത്. അന്നു മുതലേ വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഇതിന്റെ പേരിലുണ്ടായിരുന്നത്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ തുടക്കത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ ജോലിക്ക് വേണ്ടി ചെറുപ്പക്കാർ ഇനി കേരളത്തിലേക്ക് വരുന്ന കാഴ്ച കാണാൻ പോകുന്നു എന്നായിരുന്നു. ഇത് പറഞ്ഞ് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഒരു ലോകവും സ്മാർട്ട് സിറ്റിയിലൂടെ കേരളത്തിലേക്ക് വന്നതായി ആരും കണ്ടില്ല. സർക്കാരുകൾ ഇടതും വലതും മാറി മാറി കയറിയെങ്കിലും കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ സ്മാർട്ട് സിറ്റി ഇന്നും സ്വപ്നമായി തന്നെ തുടരുകയാണ്. 20 വർഷങ്ങളായിട്ടും പരസ്പര ധാരണയില്ലാതെ മുന്നോട്ട് പോകുന്ന പാർട്ടികളിൽ നിന്നും യുവാക്കൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പദ്ധതി വരുന്ന കാലത്ത് 10 വർഷത്തിനകം 90,000 തൊഴിലവസരങ്ങൾക്കും 88 ലക്ഷം ചതുരശ്ര അടിയിൽ IT ബിസിനസ് ടൗൺഷിപ്പുകളും കൊണ്ടുവരുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. എന്നാൽ കേരളത്തിലെ യുവാക്കളുടെ പ്രതീക്ഷകളത്രയും തകർത്തുകൊണ്ട് കരാർ വ്യവസ്ഥ പാലിക്കാതെ ദുബായ് ഹോൾഡിംഗ്സിന്റെ ടീകോം കമ്പനി പദ്ധതിയിൽ നിന്ന് ഒഴിയുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം അങ്ങോട്ട് നൽകാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. 90,000 തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞിട്ട് വർഷം 13 പിന്നിട്ടിട്ടും കമ്പനിക്ക് ആകെ നൽകാനായത് വെറും 16,000-ൽ താഴെ തൊഴിലവസരങ്ങൾ മാത്രം. കരാർ പ്രകാരം വേണ്ടതിന്റെ 10-1 പോലും കെട്ടിടങ്ങൾ സ്മാർട്ട് സിറ്റി ഭൂമിയിലില്ല. പദ്ധതിക്കായി സ്ഥലവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ മാത്രമേ ടീകോമിന് സർക്കാർ അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകേണ്ടതുള്ളൂ. എന്നാൽ ഇവിടെ അതല്ല സ്ഥിതി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കമ്പനിയാണ് വ്യവസ്ഥകൾ ലംഘിച്ചതെന്ന്. എന്നിട്ടും ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നത് എന്തിനെന്ന് സർക്കാരിന്റെ അനുയായികൾ പോലും ചോദിച്ചു പോവുകയാണ്. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ സർക്കാരിന് കീഴിലുള്ള ഇൻഫോ പാർക്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 3 ഇരട്ടി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു. എന്നിട്ടും സ്മാർട്ട് സിറ്റി അനക്കമില്ലാതെ കിടന്നു. ഇതിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് സർക്കാരിന്റെ മേൽനോട്ടക്കുറവാണ് സ്മാർട്ട് സിറ്റി എന്ന ജനങ്ങളുടെ സ്വപ്നത്തെ ഇല്ലാതാക്കിയതെന്നാണ്. കരാർ ഒപ്പുവെച്ച ശേഷം സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായോ എന്ന് നിരീക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്നത് ഒരേ ചോദ്യം മാത്രം: കരാർ അടിസ്ഥാനത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കാക്കനാട് ഇൻഫോ പാർക്ക് കൂടി നൽകിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഏതായാലും ടീകോം കമ്പനി ഒഴിയുന്ന സാഹചര്യത്തിൽ സർക്കാർ പദ്ധതി കൈവിടാൻ തയ്യാറാകുന്നില്ല. സ്മാർട്ട് സിറ്റിയുടെ ഭാവി ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം.